PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. 576/2024 ഇതിന്റെ കാറ്റഗറി നമ്പർ. നമ്മൾ ഈ ഒരു പോസ്റ്റിനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് എന്ന് പറയുന്നതെങ്കിൽ പോലും അതിന്റെ ശരിയായിട്ടുള്ള പേര് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നുള്ളതാണ്. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമുള്ള ഒരു പോസ്റ്റ് അല്ല. സെക്രട്ടേറിയറ്റ് കൂടാതെ ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് PSC ഓഫീസ്, അതേപോലെ AG ഓഫീസ്, അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ്, അത് എറണാകുളം ബേസ്ഡ് ആണ്. പിന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് ട്രിബ്യൂണൽ, എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ്, ഈ ഓഫീസുകളിലേക്കൊക്കെ നിയമനം നടക്കുന്നത് ഇതേ പോസ്റ്റിൽ നിന്നാണ്. അപ്പോൾ വളരെ ഒരു ജോലി സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് 39,300 മുതൽ 83,000 രൂപ വരെയാണ്. ഇതിന്റെ ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകളാണ്. അങ്ങനെ നോക്കിയാലും നമ്മൾ കഴിഞ്ഞ ഒരു ലിസ്റ്റ് ഇപ്പോൾ 3 വർഷമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 300-ലധികം ഒഴിവുകൾ നമുക്കിതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ നിയമന രീതി നേരിട്ടുള്ള നിയമന രീതിയാണ്. പ്രായപരിധിയാണെങ്കിൽ 18 മുതൽ 18 വയസ്സിനും 36 വയസ്സിനും ഇടയ്ക്കാണ്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് മറ്റു പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃത ഇളവുണ്ടായിരിക്കും. അതായത് സാധാരണ ഉള്ള പോലെ തന്നെയുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിന്റെ യോഗ്യത പഴയ പോലെ ഡിഗ്രി തന്നെയാണ്. ഇനി ഇതിന്റെ സ്കീമും സിലബസും നമുക്ക് നോക്കാം. ഓൾറെഡി ഒരു സൂചന തന്നിരുന്നത് പോലെ തന്നെ ഒരു പ്രിലിമിനറി പരീക്ഷയും പിന്നെ 2 പേപ്പറുകൾ അടങ്ങുന്നൊരു മെയിൻ പരീക്ഷയും അതിനുശേഷം ഒരു ഇന്റർവ്യൂവും ഉണ്ടാകുമെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. പ്രിലിമിനറി പരീക്ഷ 1.5 മണിക്കൂർ തന്നെയാണ്. പഴയ പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ജനുവരി 1 പബ്ലിഷ് ചെയ്യും. അതേപോലെ മെയിൻ എക്സാമിനേഷന് 2 പേപ്പറുണ്ട്. ആ 2 പേപ്പറും ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ്. 1.5 മണിക്കൂർ വെച്ചിട്ടാണ് 2 പേപ്പറും ഉള്ളത്. അതുപോലെ അതിന്റെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ലഭ്യമാണ്. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ജനുവരി 1 2025 ജനുവരി 1 അവൈലബിൾ ആയിരിക്കും. മെയിൻസ് പരീക്ഷ പാസ്സാകുന്നവർക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാകും. അതിൽ 20 മാർക്കാണ് ഇന്റർവ്യൂവിന് ഉണ്ടാവുക. അങ്ങനെ മെയിൻസ് പരീക്ഷയ്ക്കുള്ള 200 മാർക്കും ഇന്റർവ്യൂവിന്റെ 20 മാർക്കും ചേർത്ത് 220 മാർക്കിലായിരിക്കും നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 29/1/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അതായത് 2025 ജനുവരി 29 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അതുവരെ ഒന്നും നോക്കിയിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് പഠനത്തിലേക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.